ഹലോ ഗൈസ്, ഞാനിന്നിവിടെ ഷെയർ ചെയ്യുന്നത് AWSനകത്ത് പ്രൈവറ്റ് IP ഉണ്ട്, പബ്ലിക് IPയുടെ സെക്ഷൻ ഉണ്ട്, അതുപോലെ EIP ഉണ്ട്. അതായത് അതൊക്കെ എന്തിനാണ് യൂസ് ചെയ്യണമെന്ന് എങ്ങനെയാണെന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രൈവറ്റ് IP അഡ്രസ് എന്താണെന്നുള്ളത് നോക്കാം. പ്രൈവറ്റ് IP അഡ്രസ് നമുക്ക് ഇൻ്റർനെറ്റിൽ റീച്ചബിൾ അല്ല, അത് പ്രൈവറ്റിലായിരിക്കും. അതായത് ലോക്കൽ ലാൻഡ് നെറ്റ്വർക്ക് പോലെയാണ് അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ബൈ ഡിഫോൾട്ട് എല്ലാ ഇൻസ്റ്റൻസിനും പ്രൈവറ്റ് IP ജനറേറ്റ് ആവും. അതുകൂടാതെ തന്നെ ഇൻറ്റേർണൽ DNS ഹോസ്റ്റ് നെയിമും ജനറേറ്റ് ആവും. ഇതും തമ്മിൽ റിസോൾവ് ആവുന്നതാണ്. അതേപോലെ തന്നെ നമുക്ക് സെയിം ഇപ്പോൾ ഒരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് നെറ്റ്വർക്കിലുള്ള ഒരു CIDR പറഞ്ഞു കൊടുക്കും. അതിൽ നമ്മൾ സബ്നെറ്റ് എല്ലാം ക്രിയേറ്റ് ചെയ്യും. ആ സബ്നെറ്റിൽ നിന്നാണ് ഏത് സബ്നെറ്റിലാണോ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ആ സബ്നെറ്റിൻ്റെ അണ്ടറിലുള്ള ഒരു IP അഡ്രസ് ആയിരിക്കും, പ്രൈവറ്റ് IP അഡ്രസ് ആയിരിക്കും ആ ഇൻസ്റ്റൻസിന് കിട്ടുന്നത്. ആ ഇൻസ്റ്റൻസ് ഏത് VPCയുടെ അണ്ടറിലാണോ ആ നെറ്റ്വർക്കിലുള്ള VPCയുടെ അണ്ടറിലുള്ള നെറ്റ്വർക്കിലേക്ക് എല്ലാത്തിലേക്കും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാവുന്നതാണ്. അടുത്തത് പബ്ലിക് IP ആണ്. അത് നമ്മൾ ഇൻ്റർനെറ്റിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന IP റേഞ്ചസ് ആണ് പബ്ലിക് IP. നമുക്കിപ്പോൾ ഒരു സർവർ റിമോട്ടിലുണ്ടെങ്കിൽ ആ റിമോട്ട് സർവറിന് പബ്ലിക് IP ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ലോക്കൽ സൈഡിൽ നിന്ന് ലോക്കൽ ലാപ്ടോപ്പിൽ നിന്ന് നമുക്ക് ആ റിമോട്ട് IP വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷേ പ്രൈവറ്റ് IP ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷനാണ്, വിത്തിൻ ദ ലാൻഡിലേ പറ്റുള്ളൂ. പബ്ലിക് IP നമുക്ക് ഇൻ്റർനെറ്റ് ത്രൂ നമുക്ക് ബൈപ്പാസ് ചെയ്യാനായിട്ട് പറ്റും. അതുപോലെ AWSൽ പബ്ലിക് IP ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഡൈനാമിക് പബ്ലിക് IP ക്രിയേറ്റ് ആവും. അത് നമ്മൾ ഒരു ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യുകയോ ടെർമിനേറ്റോ ചെയ്ത് കഴിഞ്ഞാൽ ആ IP റിലീസായി പോവും, പിന്നെ നമുക്കത് കിട്ടത്തില്ല. അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്നതാണ്. അങ്ങനെയുള്ള കേസുകളിലാണ് നമ്മൾ EIP യൂസ് ചെയ്യാറുള്ളത്. അതേപോലെ തന്നെ പബ്ലിക് IP നമ്മൾ കിട്ടണമെങ്കിൽ നമ്മൾ ആ ഇൻസ്റ്റൻസ് പബ്ലിക് സബ്നെറ്റിൽ കോൺഫിഗർ ചെയ്താൽ മാത്രമേ നമുക്ക് പബ്ലിക് IP കിട്ടുള്ളൂ. പ്രൈവറ്റ് സബ്നെറ്റിൽ നമ്മൾ ഇൻസ്റ്റൻസ് സെറ്റപ്പ് ചെയ്യുവാണെങ്കിൽ പ്രൈവറ്റ് IP മാത്രമേ ഉണ്ടാവുള്ളൂ. അടുത്തത് എലാസ്റ്റിക് IP അഡ്രസ്സാണ്. അത് AWSൻ്റെ ഒരു സർവീസാണ്. അത് റിസർവ്ഡ് പബ്ലിക് IP അഡ്രസ്സാണ് AWSൻ്റെ. ഒരുപാട് പൂൾസ് ഉണ്ട്. ആ പൂൾസിൽ നിന്നാണ് നമുക്ക് IP പൂൾസ് ഉണ്ടാകും, അതിൽ നിന്നാണ് നമുക്ക് ഓരോ IPയും തരുന്നത്. ഇപ്പോൾ നമ്മളൊരു എലാസ്റ്റിക് IP എടുത്തിട്ട് നമുക്ക് ഒരു ഇൻസ്റ്റൻസിൽ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ആ IP സ്റ്റേബിൾ ആയിരിക്കും, അതായത് സ്റ്റാറ്റിക് IP ആയിരിക്കും. ഒരിക്കലും നമ്മളായിട്ട് റിലീസ് ചെയ്യാതെ IP മാറത്തില്ല. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ഇൻസ്റ്റൻസ് സ്റ്റോപ്പ് ചെയ്യുകയോ ടെർമിനേറ്റ് ചെയ്താൽ ആ IP ഒരിക്കലും പോകത്തില്ല. ആ IP നമുക്ക് വേണമെങ്കിൽ വേറൊരു ഇൻസ്റ്റൻസിന് യൂസ് ചെയ്യാനായിട്ട് പറ്റും, റിലീസ് ചെയ്തിട്ട് വേറൊരു ഇൻസ്റ്റൻസായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറ്റും. അതിന് വേണ്ടിയാണ് എലാസ്റ്റിക് IP നമ്മൾ യൂസ് ചെയ്യുന്നത്. അതായത് ഒരു സർവറിന് IP മാറണ്ട എന്നുണ്ടെങ്കിൽ നമ്മൾ എലാസ്റ്റിക് IP യൂസ് ചെയ്യണം. ഇപ്പോൾ ഒരു വെബ് സർവർ ക്രിയേറ്റ് ചെയ്തു എപ്പോഴും, അപ്പോൾ അങ്ങനെയുള്ള കേസുകളൊക്കെ നമ്മൾ എലാസ്റ്റിക് IP യൂസ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് AWSൻ്റെ VPCയുടെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഓൾറെഡി ഞാനൊരു കസ്റ്റം VPC ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്, മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു VPC. അതിനകത്ത് ഞാനൊരു VPC ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളൊരു പ്രൈവറ്റ് റേഞ്ചിലുള്ള ഒരു നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കും, CIDR പറഞ്ഞു കൊടുക്കും. 10.0.0.0/16 ഞാൻ നെറ്റ്വർക്ക് പറഞ്ഞു കൊടുക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ അതേപോലെ തന്നെ DNS ഹോസ്റ്റ് നെയിം അങ്ങനെയുള്ള സെറ്റിങ്സൊക്കെ നമ്മൾ എനേബിൾ ചെയ്യും. അതായത് ഹോസ്റ്റ് നെയിം എല്ലാം എനേബിൾ ചെയ്യാൻ വേണ്ടി, റെസൊല്യൂഷനും കാര്യങ്ങളൊക്കെ എനേബിൾ ആകാൻ വേണ്ടിയാണ് അത് പറഞ്ഞു കൊടുക്കുന്നത്. അതുകൂടാതെ സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ സബ്നെറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രൈവറ്റിന് വേണ്ടി സബ്നെറ്റ് ക്രിയേറ്റ് ചെയ്യും, പബ്ലിക്കിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യും. പ്രൈവറ്റ് പബ്ലിക് ആക്സസ് വേണ്ട പ്രൈവറ്റിലുള്ള സബ്നെറ്റ് ഇൻസ്റ്റൻസിനൊന്നും. പക്ഷേ പബ്ലിക്കിലുള്ള സബ്നെറ്റ് ഇൻസ്റ്റൻസിനൊക്കെ നമ്മൾ പബ്ലിക് IP അസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ നമ്മൾ സബ്നെറ്റിൻ്റെ കേസിൽ നമ്മൾ ഓട്ടോ അസൈനിങ് പബ്ലിക് IP എന്നുള്ള സെക്ഷൻ എല്ലാത്തിലും എനേബിൾ ചെയ്ത് കൊടുക്കാറുണ്ട്. അതായത് പബ്ലിക് IP ഓട്ടോമാറ്റിക്കായിട്ട് കിട്ടാൻ വേണ്ടി. EIP അല്ല, പബ്ലിക് IP. അപ്പോൾ നമ്മൾ ഓരോ പബ്ലിക് സബ്നെറ്റും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും. റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാം ഓട്ടോ അസൈനിങ് പബ്ലിക് IP അഡ്രസ് പറഞ്ഞ സെക്ഷൻ ഉണ്ട്. അവിടെ പ്രൈവറ്റ് ഞാൻ ഒന്നും എനേബിൾ ചെയ്തിട്ടുള്ള, അതിന് ആവശ്യമില്ല. നമുക്ക് പബ്ലിക് ആക്സസ് വേണ്ട പ്രൈവറ്റിലുള്ള ഇൻസ്റ്റൻസിന്. പക്ഷേ നമ്മൾ പബ്ലിക്കിലുള്ള ഒരു ഇൻസ്റ്റൻസിന് നമുക്ക് റിമോട്ട് ആക്സസ് വേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഈ സെക്ഷൻ എനേബിൾ ചെയ്ത് കൊടുത്താൽ മാത്രമേ അതിൽ പബ്ലിക്കിൽ വരുന്ന ഇൻസ്റ്റൻസിന് ഒരു ഡൈനാമിക്, അതായത് പബ്ലിക് IP അസൈൻ ആവുള്ളൂ ഓട്ടോമാറ്റിക്കായിട്ട്. അപ്പോൾ ഞാൻ 2 സർവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് EC2-നകത്ത്. EC2ൻ്റെ സെക്ഷനിൽ ഒരു വെബ് സർവറും ഒരു DB സർവറും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ നിൽക്കുന്ന EC2ൻ്റെ ഡാഷ്ബോർഡിലാണ്. 2 സർവറുണ്ട്, വെബ് സർവറും DB സർവറും. വെബ് സർവർ റൺ ചെയ്യുന്നത് പബ്ലിക് സബ്നെറ്റിലും, DB സർവർ റൺ ചെയ്യുന്നത് പ്രൈവറ്റ് സബ്നെറ്റിലുമാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ IPs എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഞാനിപ്പോൾ വെബ് സർവറിനകത്ത് വന്നു കഴിഞ്ഞാൽ പബ്ലിക്കും ഉണ്ട്, പ്രൈവറ്റും ഉണ്ട്. അതേപോലെ നെറ്റ്വർക്ക് ഞാൻ പബ്ലിക് സബ്നെറ്റിലാണ് ഞാൻ ഹോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ DB സർവർ നോക്കിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് സബ്നെറ്റിലാണ്. അപ്പോൾ വെബ് സർവറിൻ്റെ അതിനകത്ത് ഒരു പബ്ലിക് IP എനിക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഓട്ടോമാറ്റിക്കായിട്ട് ജനറേറ്റ് ആവുന്ന IP ആണ്.
അതുപോലെ പ്രൈവറ്റ് ഐ പിയും കിട്ടുന്നുണ്ട്. അത് പ്രൈവറ്റ് ഐ പി ഒരിക്കലും മാറത്തില്ല, പക്ഷേ പബ്ലിക് ഐ പി റീബൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാറും. DB സെർവറിലൊന്നും ഞാൻ പബ്ലിക് ഐ പി ഇല്ല, പ്രൈവറ്റ് ഐ പി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന VPCയുടെ സെക്ഷനിൽ നമ്മൾ ആ ഓട്ടോ അസൈനിങ് പബ്ലിക് ഐ പി എന്ന് പറഞ്ഞ സെക്ഷൻ പ്രൈവറ്റിന് എനേബിൾ ചെയ്തില്ല, പക്ഷേ പബ്ലിക്കിന് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് വെബ് സെർവറിന് പബ്ലിക് ഐ പി ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആയതും. ഇപ്പോൾ വെബ് സെർവറിൻ്റെ നെറ്റ്വർക്കിംഗ് സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് പറ്റും പബ്ലിക്ക് DNS നെയിം എല്ലാം ക്രിയേറ്റ് ആയിട്ടുണ്ട് ഓട്ടോമാറ്റിക്കായിട്ട്. നമ്മളതെല്ലാം VPCയുടെ സെക്ഷനിൽ എനേബിൾ ചെയ്തുകൊണ്ടാണ് ഇവിടെ ക്രിയേറ്റ് ആയത്. അതുപോലെ തന്നെ ഒരു ഇൻസ്റ്റൻസ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ഒരു ഇൻ്റർഫേസ് നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ക്രിയേറ്റ് ആവും. അതിനകത്ത് ETH 0 വരുന്നത്. അത് പ്രൈമറി നെറ്റ്വർക്ക് ഇൻ്റർഫേസ് ആയിരിക്കും. അതിനകത്തേക്ക് ഒരു പ്രൈവറ്റ് IP അഡ്രസ്സ് വരും, അത് സ്റ്റേബിൾ ആയിരിക്കും. പക്ഷേ ഡൈനാമിക്കായിട്ട് ഒരു പബ്ലിക് IP അഡ്രസ്സും ഓട്ടോമാറ്റിക്കായിട്ട് അസൈൻ ആവും. പക്ഷേ ആ പബ്ലിക് IP നമ്മൾ റീബൂട്ട് സ്റ്റോപ്പ് ചെയ്യുകയോ ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റിലീസായി പോകും. നമുക്ക് പിന്നെ ആ IP കിട്ടത്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് സ്റ്റാറ്റിക് IP വേണമെന്നുള്ള കേസുകളാണ് നമ്മൾ EIP യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ വെബ് സെർവർ പബ്ലിക് സബ്നെറ്റിൽ ക്രിയേറ്റ് ചെയ്തുകൊണ്ടാണ് പബ്ലിക് IP യും പ്രൈവറ്റ് IP എനിക്ക് കിട്ടിയത്. നമുക്ക് DB സെർവറിൽ പോയി നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് പറ്റും. DB സെർവറിൽ പ്രൈവറ്റ് IP മാത്രമേ ഉള്ളൂ. അതിൻ്റെ നെറ്റ്വർക്കിനകത്ത് പബ്ലിക് IP വന്നിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ പ്രൈവറ്റ് സബ്നെറ്റിൽ നമ്മൾ ഓട്ടോ അസൈനിങ് പബ്ലിക് IP എനേബിൾ ചെയ്യാത്തത് കൊണ്ടാണ്. അപ്പോൾ നമുക്ക് വെബ് സെർവറിൻ്റെ IP ഇപ്പോൾ ഓൾറെഡി ഒരു പബ്ലിക് IP വെബ് സെർവറിനുണ്ട്. നമുക്ക് ഈ സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം, IP മാറുന്നുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ ആ IP അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുവാണ്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് ഞാൻ ബ്രൗസറിൽ തന്നെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കുവാണ്. എന്നിട്ട് ഞാൻ വെബ് സെർവർ ഒന്ന് സ്റ്റോപ്പ് ചെയ്യുവാണ്. അപ്പോൾ ഞാനിപ്പോൾ വെബ് സെർവർ സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ഞാൻ കൊടുത്തു. ഇപ്പോൾ സ്റ്റോപ്പ് ആവും. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് എൻ്റെ പബ്ലിക് IP ഉണ്ടായിരുന്നത് റിലീസാവും. ജസ്റ്റ് നമുക്കിപ്പോൾ നോക്കിയാൽ കാണാം. അപ്പോൾ എൻ്റെ ഇപ്പോൾ പബ്ലിക് IP റിലീസായി. ഇനി അടുത്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വരുന്ന IP അഡ്രസ്സ് വേറെ ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്യുവാണ്. അപ്പോൾ ഞാൻ വെബ് സെർവർ ഒന്നുകൂടി സ്റ്റാർട്ട് ചെയ്തു. ഇപ്പോൾ എൻ്റെ സെർവർ റണ്ണിങ് ആയിട്ടുണ്ട്, റണ്ണിങ് സ്റ്റേറ്റ് വന്നു. ഇപ്പോൾ എൻ്റെ IP മാറിയിട്ടുണ്ട്. 18.119.19214 ആണ് IP. നേരത്തെ ഉണ്ടായിരുന്ന IP എന്ന് പറഞ്ഞാൽ 3 സീരീസിൽ സ്റ്റാർട്ട് ചെയ്യുന്ന IP ആയിരുന്നു. അപ്പോൾ ഇതാണ് പ്രശ്നം. നമുക്കിപ്പോൾ വെബ് സെർവർ എന്തെങ്കിലും ഹോസ്റ്റ് ചെയ്യണമെങ്കിൽ IP മാറിക്കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും DNSൽ പോയിട്ട് മാറ്റി കൊടുക്കാണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള കേസിലാണ് നമ്മൾ EIP യൂസ് ചെയ്യാറുള്ളത്. EIP എപ്പോഴും സ്റ്റേബിൾ ആയിരിക്കും. നമ്മൾ റീബൂട്ട് ചെയ്താലും ടെർമിനേറ്റ് ചെയ്താലും സ്റ്റോപ്പ് ചെയ്താലും ആ IP ഒരിക്കലും മാറത്തില്ല. അതേപോലെ ആ IP നമുക്ക് വേറെ അറ്റാച്ച് ചെയ്യാനും പറ്റും. അപ്പോൾ പ്രൈവറ്റ് IP നമ്മളിപ്പോഴും മാറിയിട്ടില്ല, പക്ഷേ പബ്ലിക് IP ആണ് ഇപ്പോൾ മാറിയത്. പ്രൈവറ്റ് IP എപ്പോഴും സ്റ്റേബിൾ തന്നെ ആയിരിക്കും, അതൊരിക്കലും മാറത്തില്ല. അപ്പോൾ അടുത്ത നമുക്ക് എലാസ്റ്റിക് IP അഡ്രസ്സ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു ഇൻസ്റ്റൻസിൽ അസോസിയേറ്റ് ആണ് നമുക്ക് ജസ്റ്റ് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ വെബ് സെർവറിൽ ഓൾറെഡി ഒരു പബ്ലിക് IP അസൈൻഡ് ആണ്. അപ്പോൾ നമുക്ക് ഒന്നുമില്ലെങ്കിൽ EC2ൻ്റെ സൈഡിൽ തന്നെ നെറ്റ്വർക്കിംഗ് സെക്ഷനിൽ എലാസ്റ്റിക് IP ഉണ്ട്, അല്ലെങ്കിൽ VPCയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും എലാസ്റ്റിക് IPയുടെ സെക്ഷൻ ഉണ്ട്. നമുക്ക് എവിടെ നിന്ന് വേണമെങ്കിൽ ക്രിയേറ്റ് ചെയ്യാം. എവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്താലും VPCയുടെ എലാസ്റ്റിക് IPയിലാണ് അത് IP കാണിക്കുന്നത്. ഞാനിപ്പോൾ EC2ൻ്റെ അവിടെ ഞാൻ എലാസ്റ്റിക് IPയിൽ വന്നിട്ട് ഞാൻ ഇവിടെ നിന്നൊരു അലോക്കേറ്റ് എലാസ്റ്റിക് IP അഡ്രസ്സ് എന്നുള്ളത് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ ഞാനിപ്പോൾ EC2ൻ്റെ ഡാഷ്ബോർഡിൽ നിന്നാണ് എലാസ്റ്റിക് IP അലോക്കേറ്റ് ചെയ്യാനായിട്ട് പോകണം. അപ്പോൾ അതിന് മുന്നേ ഞാൻ ഇപ്പോൾ ഉള്ള വെബ് സെർവറിൻ്റെ IP ഒന്ന് ജസ്റ്റ് ഒന്ന് അടിച്ചു നോക്കുവാണ്. ഇപ്പോൾ എൻ്റെ ഒരു വെബ്സൈറ്റ് റണ്ണിങ് ആണ് അതിനകത്ത്. അപ്പോൾ നമ്മൾ EC2ൻ്റെ ഡാഷ്ബോർഡിൽ തന്നെ നെറ്റ്വർക്ക് സെക്ഷനിൽ വന്നതിന് ശേഷം എലാസ്റ്റിക് IP ഞാൻ ചൂസ് ചെയ്തു. അവിടെ അലോക്കേറ്റ് എലാസ്റ്റിക് IP അഡ്രസ്സ് ഞാൻ കൊടുക്കുവാണ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നാണ് നമുക്ക് പുതിയൊരു റിസർവ്ഡ് IP നമുക്ക് കിട്ടാനായിട്ട് പോകണം. ആമസോണിൻ്റെ പൂൾ IP4 അഡ്രസ്സിൽ നിന്നാണ് നമുക്കൊരു IP, അതായത് സ്റ്റാറ്റിക് IP നമുക്ക് കിട്ടും. അത് സ്റ്റേബിൾ ആയിരിക്കും, ഒരിക്കലും നമ്മളായിട്ട് മാറ്റാതെ ആ IP മാറത്തില്ല. അതേപോലെ നമുക്ക് ഇവിടെ നിന്ന് അലോക്കേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അലോക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. ടാഗ് നെയിം കൊടുക്കുന്നത് താഴത്ത് ടാഗ് നെയിം കൊടുക്കുക. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗ്ലോബൽ സ്റ്റാറ്റിക് IP അഡ്രസ്സ് ഇവിടെ നിന്ന് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ വേറെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എങ്ങനെ ഗ്ലോബൽ IP ALB ആയിട്ട് ലിങ്ക് ചെയ്യും എന്നുള്ളത്. അപ്പോൾ അതിന് അലോക്കേറ്റ് കൊടുക്കുവാണ്. ടാഗ് നെയിം വേണമെങ്കിൽ അവിടെ കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക്. ഞാൻ ടാഗ് നെയിം കൊടുക്കുവാണ്. നെയിം കൊടുത്തിട്ട് ഞാൻ വെബ് സെർവർ IP എന്ന് പറഞ്ഞ് എന്തെങ്കിലും കൊടുക്കുവാണ്, ഒരു നെയിം ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ എൻ്റെ എലാസ്റ്റിക് IP ക്രിയേറ്റ് ആയിട്ടുണ്ട്. 192.198.4.211 ആണ് IP. ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ. ഞാനിപ്പോൾ VPCയുടെ ഡാഷ്ബോർഡിൽ വന്ന് നോക്കിക്കഴിഞ്ഞാൽ EIPയിൽ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ഒരു IP ഇവിടെയും കാണിക്കുന്നുണ്ട്. അതായത് ഇൻസ്റ്റൻസിൻ്റെ ഡാഷ്ബോർഡിൽ ക്രിയേറ്റ് ചെയ്താലും അത് വരുന്നത് VPCയുടെ അണ്ടറിലാണ് IPs വരുന്നത്. അതേപോലെ ഈ IP എലാസ്റ്റിക് IP ഇപ്പോൾ ഞാൻ ഇൻസ്റ്റൻസ് ആയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള
നമുക്ക് അസോസിയേറ്റ് ചെയ്തെങ്കിൽ ഇവിടെ കാണിക്കും അസോസിയേറ്റഡ് ഇൻഷുറൻസ് ഐ ഡി, അതുപോലെ അസോസിയേറ്റഡ് ഐ ഡി, നാറ്റ് ആണെങ്കിൽ നാറ്റിൻ്റെ അവിടെ കാണിക്കും. അപ്പോൾ സെലക്ട് ചെയ്തതിന് ശേഷം ആക്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അസോസിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും, റിലീസ് ചെയ്യാനും പറ്റും. പിന്നെ അസോസിയേറ്റ് കൊടുക്കുകയാണ്. അസോസിയേറ്റിൻ്റെ സെക്ഷനിൽ ഇൻസ്റ്റൻസ് അല്ലെങ്കിൽ ഇൻ്റർഫേസ്, നെറ്റ്വർക്ക് ഇൻ്റർഫേസിലേക്കാണ് അസോസിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ ഇൻസ്റ്റൻസ് കൊടുത്തു. അപ്പോൾ നമുക്ക് അവിടെ റണ്ണിങ് ആയിട്ടുള്ള ഇൻസ്റ്റൻസ് അവിടെ കാണാനായിട്ട് പറ്റും. ഞാനവിടെ വെബ് സെർവറാണ് ചൂസ് ചെയ്യുന്നത്. എനിക്ക് വെബ് സെർവറിലേക്കാണ് ഈ ഇലാസ്റ്റിക് IP അസോസിയേറ്റ് ചെയ്യേണ്ടത്. അത് കൊടുത്തു. പ്രൈവറ്റ് IP അത് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ വരും നമ്മൾ ഇൻസ്റ്റൻസ് സെലക്ട് ചെയ്ത് കഴിയുമ്പോൾ. ഇപ്പോൾ നമുക്ക് EC2 പോയി കഴിഞ്ഞാൽ കാണാം, ഇതാണ് 499 ആണ് എൻ്റെ പ്രൈവറ്റ് IP. ഞാൻ അതും കൊടുത്തു അസോസിയേറ്റ് ചെയ്യുവാണ്. ഇപ്പോൾ എൻ്റെ അസോസിയേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതായത് ആ EIP എൻ്റെ വെബ് സെർവറിൻ്റെ ഇൻസ്റ്റൻസ് ഐ ഡിയിലേക്കും ആ പ്രൈവറ്റ് ഐ ഡിയിലേക്കുമാണ് IP-യിലേക്കുമാണ് അസോസിയേറ്റ് ആയിരിക്കുന്നത്. EC2 ഡാഷ്ബോർഡിൽ വന്ന് നോക്കിയാൽ കാണാം. ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കാം. ഇപ്പോഴും പഴയ IP തന്നെയാണ് കാണിക്കുന്നത്. ഞാനപ്പോൾ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് നോക്കുവാണ്. ഇവിടെ നിന്ന് റിഫ്രഷ് ചെയ്തിട്ട് മാറില്ല. ഞാനപ്പോൾ URLൻ്റെ അവിടെ തന്നെ റിഫ്രഷ് കൊടുത്തു. ഇപ്പോൾ എനിക്ക് പുതിയ IP ഇപ്പോഴും മാറിയിട്ടില്ല. ഇപ്പോൾ എൻ്റെ പുതിയ IP ആണ് വന്നിരിക്കുന്നത്. ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ EIP പുതിയതായിട്ട് വന്നു. പഴയ പബ്ലിക് IP ഓട്ടോമാറ്റിക്കായിട്ട് റിലീസായി അതിൻ്റെ സെക്ഷനിലേക്ക് പോയി. ഇപ്പോൾ എനിക്ക് എൻ്റെ വെബ്സൈറ്റും ലോഡ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്ന് VPCയിൽ പോയിട്ട് EIP സെക്ഷനിൽ ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഓൾറെഡി അറ്റാച്ച്ഡ് ആണ് ഇൻസ്റ്റൻസ് ആയിട്ട്. നമുക്ക് നാറ്റ് ഗേറ്റിലേക്കൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. നാറ്റ് ഗേറ്റിൽ എങ്ങനെയാണ് EIP അസോസിയേറ്റ് ചെയ്യണമെന്ന് നോക്കാം. അപ്പോൾ ഞാൻ നാറ്റ് ഗേറ്റിൽ വന്നിട്ട് ജസ്റ്റ് ക്രിയേറ്റ് നാറ്റ് ഗേറ്റ് കൊടുത്തു. ഒരു നെയിം കൊടുക്കുകയാണ്. എന്തെങ്കിലും നെയിം കൊടുക്കുക. സെയിം VPC ഏതാണോ ആ VPC നെയിം കൊടുക്കുക. അപ്പോൾ VPC ഞാൻ മാനേജ്മെൻറ്റ് നെയിം മാനേജ്മെൻറ്റ് എന്നാണ് കൊടുക്കുന്നത്. VPC ഞാൻ മാനേജ്മെൻറ്റ് സബ്നെറ്റ് പറഞ്ഞു കൊടുത്തു. അതുപോലെ തന്നെ പബ്ലിക് IP. ഇപ്പോൾ ഇവിടെ IP ഇല്ലാത്തത് ഞാനിപ്പോൾ ഒരു IPയും EIP ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള, അതുകൊണ്ടാണ് ഇവിടെ IP കാണിക്കാത്തത്. നമുക്ക് വേണമെങ്കിൽ ഇവിടെ അലോക്കേറ്റ് EIP എന്ന് വിളിച്ചാൽ പുതിയൊരു EIP ക്രിയേറ്റ് ആവും. അപ്പോൾ നമുക്കിപ്പോൾ ഉള്ള IP തന്നെ റിലീസ് ചെയ്തിട്ട് നമുക്ക് ആ IP നമുക്ക് നാറ്റ് ഗേറ്റിൽ ജസ്റ്റ് അറ്റാച്ച് ചെയ്ത് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ EIPയുടെ സെക്ഷനിൽ തന്നെ വന്നു. ഞാനിപ്പോൾ ഈ EIP ഞാൻ സെർവറായിട്ടാണ് അസോസിയേറ്റ് ചെയ്യുന്നത്. ഞാൻ ഡിസോസിയേറ്റ് ചെയ്യുകയാണ് ആദ്യം തന്നെ. ഇപ്പോൾ താഴത്ത് നമുക്ക് ആക്ഷനിൽ പോയി കഴിഞ്ഞാൽ കാണാം ഡിസോസിയേറ്റ് ഇലാസ്റ്റിക് IP അഡ്രസ് എന്നുള്ളത് കൊടുക്കുക. അത് കൊടുത്തു കഴിഞ്ഞാൽ ഡിസോസിയേറ്റ് ആവും ഈ സെർവറിൽ നിന്ന്. ഇപ്പോൾ അതെൻ്റെ ഡിസോസിയേറ്റ് ആയി. ആ ഇൻസ്റ്റൻസ് ID എല്ലാം അവിടെ നിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് വേണമെങ്കിൽ നാറ്റ് ഗേറ്റ്വേ അറ്റാച്ച് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് നാറ്റ് ഗേറ്റ്വേയുടെ സെക്ഷനിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് നാറ്റ് ഗേറ്റ്വേയിൽ തന്നെ പോവാം. ഇപ്പോൾ എൻ്റെ സെർവറിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് റിഫ്രഷ് ചെയ്യുവാണ്. എൻ്റെ EC2 ഡാഷ്ബോർഡിൽ വന്ന് സെർവർ റിഫ്രഷ് ചെയ്തപ്പോൾ എൻ്റെ ആ പുതിയ IP അവിടെ നിന്ന് റിലീസായിട്ട് അതായത് നാറ്റ് EIP റിലീസായി പോയി. നേരെ എൻ്റെ EIPയുടെ സെക്ഷനിലേക്ക് വന്നിട്ട് പബ്ലിക് പൂളിൽ നിന്ന് ഒരു പുതിയ IP അസൈൻ ആയിട്ടുണ്ട് ആ സെർവറിന്. ഇപ്പോൾ ഞാനിപ്പോൾ നമുക്ക് നാറ്റ് ഗേറ്റിൽ വന്നിട്ട് നമുക്കൊന്ന് ക്രിയേറ്റ് ചെയ്യാം. ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത് ജസ്റ്റ് ആ IP ഷോ ചെയ്യണമെന്ന് കാണിച്ചു തരാം. ഞാൻ ക്രിയേറ്റ് നാറ്റ് ഗേറ്റ് കൊടുത്തു. നെയിം എന്താണെന്ന് വെച്ചാൽ കൊടുക്കുക. ഞാൻ മാനേജ്മെൻറ്റ് നാറ്റ് ഗേറ്റിൽ നിന്ന് ഒരു നെയിം കൊടുത്തു. സബ്നെറ്റ് ഏതാണെന്നുള്ളത് പബ്ലിക്കിൽ സെലക്ട് ചെയ്യുക. പബ്ലിക്കാണ് കണക്ഷൻ ടൈപ്പ്. അതേപോലെ ഇലാസ്റ്റിക് IP. ഇപ്പോൾ എനിക്കവിടെ ഈ ഇലാസ്റ്റിക് IP ഫ്രീ ആയിട്ട് കിടക്കണോണ്ടാണ് എനിക്കവിടെ IP കാണിച്ചത്. അല്ലെങ്കിൽ നമുക്ക് അലോക്കേറ്റ് ഇലാസ്റ്റിക് IP കൊടുത്തിട്ട് ക്രിയേറ്റ് നാറ്റ് ഗേറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ നാറ്റ് ഗേറ്റ് ക്രിയേറ്റ് ആയിട്ട് നമുക്ക് ആ ഇലാസ്റ്റിക് IP ആ നാറ്റ് ഗേറ്റ്വേ ആയിട്ട് അസോസിയേറ്റ് ആയിട്ടുണ്ടാവും. ഞാനിപ്പോൾ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യുന്നത് ചാർജ് ഉള്ളതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ നാറ്റ് ഗേറ്റ്വേ ക്രിയേറ്റ് ചെയ്യണം പറഞ്ഞിരുന്നു. ഇപ്പോൾ ഞാൻ EIP റിലീസ് ചെയ്യുവാണ്. ഇതിപ്പോൾ റിലീസ് ചെയ്യാതെ ഇവിടെ ഇട്ടിരുന്നാൽ എനിക്ക് ചാർജ് വരും. അപ്പോൾ ഞാൻ ആക്ഷൻ എടുത്തതിന് ശേഷം റിലീസ് ഇലാസ്റ്റിക് IP അഡ്രസ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിലീസ് ആയിക്കോളും. ഇലാസ്റ്റിക് IP ചാർജബിൾ സർവീസാണ്. അപ്പോൾ നമ്മളത് ഇലാസ്റ്റിക് IP പർച്ചേസ് എടുത്തു കഴിഞ്ഞാൽ അത് ഏതെങ്കിലും ഇൻസ്റ്റൻസ് ആയിട്ട് അതിലും അസോസിയേറ്റ് ചെയ്യണം. ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ അതിന് ചാർജബിൾ ആണ്. അപ്പോൾ നമ്മളെപ്പോഴും IPയുടെ ആവശ്യം കഴിഞ്ഞാൽ അത് റിലീസ് ചെയ്ത് കളയുക. നമ്മളിപ്പോൾ IP യൂസ് ചെയ്യുകയാണെങ്കിൽ അതിന് ചാർജ് ഇല്ല. യൂസ് ചെയ്യാതിരിക്കുമ്പോഴാണ് അതിന് ചാർജ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെടുമെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയ വീഡിയോന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് സബ്സ്ക്രൈബ് ചെയ്യുക.